അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മുട്ട എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇത്ര വലിയൊരു കാര്യമാണോ എന്ന്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ആ മുട്ടയൊക്കെ വെള്ളത്തിൽ പൊട്ടിപ്പോകാൻ ഇതുപോലെ വൃത്തിയായി കിടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഞ്ഞക്കരുവിൽ കറുത്ത കളർ വരിക, പിന്നെ നമ്മൾ തൊലിക്കുന്ന സമയത്ത് തൊലി പെട്ടെന്ന് ഇളകി വരാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു 6-7 ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടിപ്പ് നമ്പർ 1, മുട്ടയുടെ തോടിന് പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ അത്തരം മുട്ടകൾ പുഴുങ്ങാൻ വേണ്ടി ഉപയോഗിക്കരുത്. ടിപ്പ് നമ്പർ 2, നമ്മളെപ്പോഴും പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുന്നേ വാങ്ങി വെച്ച മുട്ട എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ടിപ്പ് നമ്പർ 3, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട തണുപ്പ് വിട്ട ശേഷം മാത്രം പുഴുങ്ങാൻ എടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.